എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ആണക സംഘി സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നത് ആലപ്പുഴയിലെ ഒരു അൻസാരി ഉസ്താദ് നമ്മൾ സംഘിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ട്. അദ്ദേഹത്തിനെ തിരിച്ചാഞ്ഞടിക്കാനാണ് ഞാൻ വന്നത്. എല്ലാ സംഘികളെയും പോലെ തൂറി പണ്ടാരടങ്ങിയിട്ട് എടപ്പാളോട്ടം ഞാൻ ഓടുമെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ എന്നാലും മാസ് ബിജിയം മുട്ടിട്ട് എൻ്റെ ഓട്ടത്തെ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് ആ ഉസ്താദിനെ ഞാൻ തോപ്പിച്ചേ എന്നുള്ള സെറ്റപ്പിൽ എല്ലാവരും സ്റ്റാറ്റസിലിടുന്ന എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്. നമുക്ക് ഉസ്താദിനെതിരെയുള്ള ആഞ്ഞടി തുടങ്ങാം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്ത രണ്ട് പാക്ചാരന്മാർ പഞ്ചാബിൽ നിന്ന് അറസ്റ്റ്. ലക്ഷോർ മാസി, സൂരജ് മാസി എന്നിവരാണ് പിടിയിലായത്. ഈ പിടിയിലായ രണ്ടുപേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വാർത്തകൾ ചർച്ചയാകത്തില്ല എന്നുള്ളത് കൗതുകമുണർത്തുന്ന കാര്യമാണ്. സംഭവ സ്ഥലത്ത് തുമ്പുണ്ട്, പഞ്ചാബുമാണ്, അപ്പൊ കഞ്ചാവാണ് ഉസ്താദ്. എല്ലാം അങ്ങനെ വരൂല. അല്ല, ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഞെട്ടി. സംഭവം കഞ്ചാവാം, അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ഉസ്താദ് പറഞ്ഞ തെറ്റി, അങ്ങനെയല്ല. അത് കഞ്ചാവ് അടിച്ചിട്ടാണ്. അപ്പൊ ഉസ്താദ് തോറ്റു. ആദ്യത്തെ കളിയിൽ ഉസ്താദ് തോറ്റു. ഇനി അടുത്തത് സംഭവ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി പാലാരിവട്ടം ശശി ചേരുന്നു. എന്താണ് പാലാരിവട്ടം ശശി അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിശദമായി പറയൂ. അൻസാരി സാർ, 2025 7ാമത്തെ പാകിസ്ഥാൻ ചാരനാണ് പിടികൂടുന്നത്. ഇതിൽ ജനങ്ങൾക്ക് വലിയ കൗതുകവും ആശങ്കയൊന്നുമില്ല. കുംഭർനാരായണ മുതൽ അവസാനം കൊച്ചിയിലെ കൽവത്തി സ്വദേശിയായ അഖിൽ ഉൾപ്പെടെയുള്ള 100ഓളം വരുന്ന ആളുകളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇതിൽ ജനങ്ങൾക്ക് കൗതുകമില്ല. പിന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം, പിടിക്കപ്പെടുന്നവർക്കെല്ലാം പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ്. തുമ്പില്ലാത്തവരൊന്നും ഇതിൽ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് പഴയ കാലം മുതൽ അവർ അനുഷ്ഠിച്ചു വരുന്ന പാരമ്പര്യമായ വിശ്വാസവും ദൃഢതയുമാണ്. എക്കാലത്തും ഈ തുമ്പ് ഇല്ലാത്ത ആളുകൾ ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ വിശ്വാസത്തേക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും അവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് എക്കാലത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ തുമ്പുള്ള ആളുകൾ നൈരന്തര്യമായി പിടിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല. കാരണം ഇത് പാരമ്പര്യമായി ചെയ്യുന്ന കുലത്തൊഴിലാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അനവധി ആളുകൾ, നേരത്തെ പറഞ്ഞ കുംഭർനാരായണ അടക്കമുള്ള ആളുകളെ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം അഖിലിലേക്ക് വരെ ഈ കേസ് നീളുന്നു. ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ മത്സരമാണോ? പാകിസ്ഥാന് രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത് ഏറ്റവും കൂടുതൽ ഒറ്റിക്കൊടുക്കുന്ന ആരാണോ എന്ന മത്സരം വല്ലതും നടക്കുവാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ തുമ്പ് ഉള്ളവരല്ലാത്ത ഒരാളെ പിടിക്കപ്പെടുന്നില്ല, എല്ലാം തുമ്പുള്ളവരാണ് എന്നുള്ളത് കൗതുകം ജനിപ്പിക്കുന്നു. രാവും പകലും രാജ്യസ്നേഹവും ദേശസ്നേഹവും പറയുന്നുണ്ടെങ്കിലും അത് വാക്കിൽ മാത്രമാണ്. പ്രവൃത്തിപഥത്തിലോ തന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ ദേശവികാരം അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളത് കടന്നിട്ടില്ല എന്നുള്ളതും ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള കാപട്യമാണ്, അതിനുള്ള മാധ്യമം മാത്രമാണ് ഈ രാജ്യസ്നേഹ പ്രകടനം എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നു. കാരണം പിടിക്കപ്പെടുന്ന മുഴുവനും തുമ്പുള്ളവരായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. ഇത് മുമ്പ് മുതൽ തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസൂദ്യം വീണ്ടും തുടരുകയാണെന്ന് മാത്രം, ആവർത്തിക്കപ്പെടുന്നു മാത്രം. ഇതിൽ ഒരു കൗതുകമില്ല എന്നാണ് എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ കാലിൽ കൊതു കടിക്കുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. പിന്നെ കാണാം. ഉസ്താദെ, രാജ്യസ്നേഹം അതെന്താ സാധനം? നിങ്ങൾ ആരോടെ ഇത് പറയുന്നത്? നമ്മൾ സംഖ്യയിലോടെ നിങ്ങൾക്ക് ആള് മാറി. ഈ രാജ്യസ്നേഹം എന്ന് നമുക്ക് പറഞ്ഞല്ല. പിന്നെ ഇനി തുമ്പിന്റെ വിഷയം പറയുമ്പോൾ ഇനി അടുത്ത സംഭവങ്ങളിൽ നമ്മൾ തുമ്പ് കട്ട് ചെയ്തിട്ട് പോകാൻ നമ്മൾ സംഖ്യയിലോട് പറയാം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എത്ര വട്ടം പറഞ്ഞടാ മതം മാറിയിട്ട് ആ പേര് മാറിയിട്ടെല്ലാം പോകുന്നു. ആധാർ കാർഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂലേ? ഉസ്താദ് ഇത് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ? എന്താ എല്ലാണ്ട് ഇത് വേറെ രാജ്യസ്നേഹം? നിങ്ങളെന്ത് രാജ്യസ്നേഹം? സംഖ്യയിലോട് രാജ്യസ്നേഹം പറയുന്നത്? ഉസ്താദ് നടക്കില്ല. ഉസ്താദ് രണ്ടാമത്തേലും തോറ്റി. എന്ത് രാജ്യസ്നേഹം? അത് നമുക്ക് പറഞ്ഞ പണിയല്ല. ബീജു കേട്ടോ. അടുത്തത് ഈ സമയം മറ്റൊരു രാജ്യസ്നേഹിയുടെ വാർത്ത കൂടി പുറത്തു വരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി, ബീഹാർ സ്വദേശി സുനിൽ കുമാർ റാം അറസ്റ്റിൽ. പാകിസ്ഥാൻ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതിനാണ് സുനിൽ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടാതെ വീഡിയോ കോൾ ചെയ്യാം എന്ന തന്ത്രപ്രധാനമായ വിവരങ്ങളും സുനിൽ കുമാർ റാം പാകിസ്ഥാനി സ്വദേശിക്ക് പങ്കുവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിശദമായ വിവരങ്ങൾ. റമ്മടിച്ച റാം ഉസ്താദ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. വീഡിയോ കോളിൽ സൈനിക രഹസ്യങ്ങളെല്ലാം സംഭവം ചോർത്തിന്. വീഡിയോ കോളിൽ ചെയ്യുമ്പോൾ അപ്പുറത്തൊരു പെണ്ണാന്ന് വെച്ചിട്ട് ഇവന്റെ ആയുധങ്ങളുടെ രഹസ്യങ്ങളാണ്, ഇവന്റെ ആയുധങ്ങളുടെ അളവുകളാന്ന് പറഞ്ഞു കൊടുത്തേ. ഉസ്താദ് തെറ്റി. അല്ലാണ്ട് സൈനിക രഹസ്യങ്ങളല്ല, സൈനിക ആയുധ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു വരുന്നതാണ്. ഇവന്റെ ആയുധങ്ങളുടെ രഹസ്യങ്ങളാണ് ഈ റമ്മടിച്ച റാം പറഞ്ഞത്. എല്ലാണ്ട് വേറൊന്നല്ല. ഉസ്താദ് ഇതിലും ചമ്മി. ഉസ്താദ് ചമ്മി. അടുത്ത കേൾക്കാം. മറ്റൊരു വാർത്ത കൂടി സമയം പുറത്തു വരുന്നു. അയോധ്യ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി, 2 യുവാക്കൾ അറസ്റ്റിൽ, പിന്നിൽ ഗോരക്ഷാ സംഘടനാ നേതാവും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി. മുസ്ലിം പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കി അയോധ്യ രാമക്ഷേത്രത്തിനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും ബോംബ് ഭീഷണി മുഴക്കിയ 2 യുവാക്കൾ അറസ്റ്റിൽ. യുപിയിലെ ഗോണ്ട ജില്ലക്കാരായ തഹർ സിംഗും പ്രകാശ് മിശ്രയുമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. രണ്ടുപേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന് യാതൊരു തുമ്പുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. കേൾക്കുന്നില്ല ഉസ്താദെ? ഉസ്താദ് പറഞ്ഞു കേട്ടില്ല. എന്താ പറഞ്ഞേ?
ഉസ്താദ് അയോധ്യയിൽ 2 യുവാക്കളെയും തുമ്പില്ലാത്ത തുമ്പുള്ള യുവാക്കളെയും കൂട്ടിട്ട് പോകുന്നത്. എന്താ പറഞ്ഞേ? ക്ലിയർ ആയില്ല ഉസ്താദെ, ക്ലിയർ ആയില്ല. ഉസ്താദ് അയോധ്യ പോകുന്നതാണോ? സന്തോഷം ഉസ്താദ്, സന്തോഷം. ഉസ്താദ് അയോധ്യയിലേക്ക് സ്വാഗതം, സന്തോഷം. വേറൊന്നും ഞാൻ കേട്ടില്ല. എല്ലാം നാറിയ സംഘികളെ നിങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, എന്തെല്ലാം തട്ടിപ്പാടത്തിലാണ് ഉസ്താദിനടുക്ക് ഞാൻ ജയിക്കാൻ നിൽക്കണ്ടേ? ഇമാരി പരിപാടിക്ക് നിങ്ങൾ എന്നെ അംഗം പട്ട ഉസ്താദിനടുക്ക് വിട്ടിനി. ഒരു കുറച്ച് ഉളുപ്പും നാണവും മാനവും പണ്ട തിണ്ടികളും ഇത് കേൾക്കാതുകൊണ്ട് ഉസ്താദ് ഞാനും ജയിച്ചില്ല, ഉസ്താദും ജയിച്ചില്ല. ശരിക്കും കേട്ടില്ല. ഉസ്താദ് എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഉസ്താദ് അയോധ്യയിലേക്ക് വരുന്നതാണെങ്കിൽ ഒന്നും കൂടി സ്വാഗതം കേട്ടാ. വേറൊന്നും ഞാൻ കേട്ടില്ല. നമുക്ക് അടുത്തേക്ക് പോവാം, അതാ നല്ലത്. അല്ലെ നാറി പണ്ടരടങ്ങിയേനെ. കേരളത്തിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നു. സ്വന്തം വീട്ടിൽ എങ്ങനെ കഞ്ചാവും MDMA കുടിൽ വ്യവസായം ചെയ്യാമെന്ന് കണ്ടെത്തിയ ഒരു യുവാവിന്റെ കൗതുകരമായ വാർത്ത. കണ്ണൂരിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും MDMA പിടികൂടി. ലഹരി സൂക്ഷിച്ചത് പൂജാമുറിയിൽ. എന്നാൽ കഞ്ചാവിന്റെയും MDMA കുടിൽ വ്യവസായത്തെ സർക്കാർ പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തുന്നു എന്ന വിയോജിപ്പും പുറത്തു വരുന്നു. ഉസ്താദെ, നിങ്ങൾ തൊട്ട് നമ്മളെ കുടിൽ വ്യവസായം, നമ്മളെ പാരമ്പര്യ വ്യവസായത്തൊട്ട് കളിക്കുന്നു. നമ്മുടെ സംഘികളുടെ പാരമ്പര്യ കുടിൽ വ്യവസായമാണ് ഈ MDMA, അതുപോലുള്ള മയക്കുമരുന്ന്, ബോംബ് നിർമ്മാണം, ഇതെല്ലാം. ഇതൊന്നും തൊട്ട് ഉസ്താദ് ഒരിക്കലും കളിക്കാൻ പാടില്ല. ഉസ്താദെ കേരളം കത്തിക്കും കേരളം. ഉസ്താദ് മേലമ്മാര് തുടർന്ന് പാടില്ല. ഉസ്താദാന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ വിടുന്നതാണ്. നിങ്ങൾ നമ്മളെ കൊലത്തൊഴിലേക്കാണ് തൊട്ടുവിടുന്നത്. ഇത് വേറെ ലെവലിലേക്ക് പോകും കേസ്. ഞാൻ പറഞ്ഞു ഉസ്താദ് വിചാരിച്ചൊക്കെ നിൽക്കൂല. അതുകൊണ്ട് ഉസ്താദ് ഇക്കളിക്ക് നിൽക്കണ്ടാട്ടാ. ഇത് കൂട്ടൂല, ഇതും കൂട്ടൂല, ഇക്കളിയും കൂട്ടൂല. അടുത്ത പിടിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി സമയം പുറത്തു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രകീർത്തിച്ച കെന്നഡി കരിമ്പങ്കാലയുടെ പ്രഭാഷണം വൈറലാകുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഇനി നടക്കില്ല. ഇനി നിങ്ങൾ വാലണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും 3 തലമുറയെ ചവിട്ടിത്താത്തിക്കളയും. ഉസ്താദിന് ഞാനൊരു വാക്ക് തരാം. കേരളത്തിലെങ്ങാനും നമ്മൾ സംഖ്യക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ കെന്നഡി കരിമ്പങ്കാലന്റെ മുന്നിലെയും പിന്നിലെയും ബേക്കിലെയും അണ്ണാക്കിലെയും എല്ലാം ഫസ്റ്റ് നമ്മൾ തീർക്കും. ആദ്യം ഇവനെ തീർത്തിട്ടേ, ഇവന്റെ ടീമിനെ തീർത്തിട്ടേ ഉസ്താദെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും. അത് നമ്മളെ വാക്ക്. ഇവനെ പോലത്തെ കുറെ കാസകൂസന്മാർ ആദ്യം നമ്മൾ തീർക്കും. നമുക്കൊന്ന് ഭരണം കിട്ടിട്ട്. അല്ലാണ്ട് ഉസ്താദ് നിങ്ങൾ 2ാമതേ ഉള്ളൂ. നമുക്ക് ആദ്യം കാസകൂസ അടങ്ങുന്ന ഈ കരിമ്പങ്കാല നാറിനെ ആദ്യം തീർക്കണ്ടേ. ഇവൻ വല്ലാണ്ട് നമ്മളെ ഷൂ നക്കുന്നുണ്ട്. നമുക്കറിയാം ഇവന്റെ പരിപാടി എന്താണ്. അതിൽ ഉസ്താദ് പേടിക്കണ്ട, ഇവനെ നമ്മൾ തീർക്കും. ഇതും സമാസമോ. മൊത്തത്തിൽ ഉസ്താദിനെ ഞാൻ തോപ്പിച്ച്. ഇനി ഉസ്താദിനടുക്ക് യാതൊരു അസ്ത്രവും എന്റെ നേരെ ചെയ്യാനില്ല കേട്ടാ. സംഘികളെ കൈയടിക്കണ സംഘികളെ. ഇനിയുണ്ടല്ല, ഒന്നും നോക്കണ്ട. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മളെ സംഘികൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും എല്ലാം അയക്കാം. പൈസ എത്ര വെച്ചാൽ നമുക്ക് കിട്ടും. കാരണം മുന്നത്തെ പോലെ നമ്മളെ ഉള്ളിസൂര്യല്ല അധ്യക്ഷൻ. കിട്ടിയ പൈസ സ്വന്തം നക്കി മൂഞ്ചുന്ന ഉള്ളിസൂര്യല്ല. ഇപ്പം നമുക്കൊരു മൊയലാളിനെ കിട്ടിയിട്ടുണ്ട്. ആരി? ചന്ദ്രശേഖര മൊയലാളി, ഏഷ്യാനെറ്റ് മൊയലാളി. മൊയലാളി എത്ര പൈസ വേണമെങ്കിലും തരും. എന്റെ സ്റ്റാറ്റസിന്റെ കൂടെ മൊയലാളിന്റെ ഫോട്ടോ കൂടി വെക്കണം. കുമ്മനടി മൊയലാളിയാണ്. അപ്പൊ അതും കൂടി വെക്കണം. അങ്ങനെ ഉസ്താദിനെ തോപ്പിച്ച് കയ്യടിക്കട. അൻസാരി ഉസ്താദ് ആലപ്പുഴ ചമ്മി നാറിപ്പോയി. വീണ്ടും ഒരു സംഘം നാറിയ ഊമ്പിയ വിജയം.